ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഞാൻ എൻ്റെ ആപ്പിൾ എയർപോഡ്സ് മാക്സ് കൊടുത്തട എൻ്റെ സിസ്റ്ററിൻ്റെ മോൾക്ക്, മൈ നീസസ്. അപ്പോൾ എനിക്കത് വെച്ച് യാതൊരു യൂസും ഇല്ല. അതായത് സംഭവം എന്ന് പറഞ്ഞാൽ അത് മറ്റേ സാധനമാണ്, ലൈറ്റ്നിങ് ഇത് വെച്ചിട്ട് വേണം അത് ചാർജ് ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിച്ച് പുതിയ എയർപോഡ്സ് മാക്സ് വന്നു കഴിഞ്ഞാൽ മേടിക്കുക എന്നുള്ളൊരു പ്ലാനിലാണ്. പക്ഷേ വന്ന പുതിയതിൽ ടൈപ്പ് സി കണക്ടർ ആണ് ഏറ്റവും പുതുമ, പിന്നെ കുറച്ച് പുതിയ കളറും. അതല്ലാതെ അവർ സൗണ്ട് മാറ്റാനോ വെയിറ്റ് കുറയ്ക്കാനോ അതിലെ ഡിഫക്ട്സ് അവന്മാർ ഒരു രീതിയിലും മൈൻഡ് ചെയ്യാതെ വെറുതെ ഒരു ചാർജിങ് പോർട്ട് മാത്രം മാറ്റിയിട്ട് മറ്റേ ഉണ്ടാക്കാൻ വന്നതുകൊണ്ട് ഞാൻ വിചാരിച്ച് പോയി പണി വെക്കാൻ. അപ്പോൾ എനിക്കതിൽ യൂസ് ഇല്ല. ലൈറ്റ്നിങ് കണക്ടർ ആയതുകൊണ്ട് നമ്മളിപ്പോൾ എല്ലാ സാധനവും ടൈപ്പ് സി കണക്ടർ വെച്ച് ചാർജ് ചെയ്യുന്നുണ്ടേ നഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ അവളിപ്പോൾ അവളെ കയ്യിൽ 12 മിനിയാണ് ഇരിക്കുന്നതുകൊണ്ട് ലൈറ്റ്നിങ് കണക്ടർ വെച്ചിട്ട് അവർക്ക് ചാർജ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ട് ഞാൻ വേറൊരു സാധനം മേടിച്ചിട്ട് ടൈപ്പ് സി വെച്ചിട്ടുള്ള, ആക്ച്വലി ഇറ്റ്സ് എ റിയലി ഗുഡ് ബ്രാൻഡ്. ഒരു സൗണ്ട്, ഇവരെയൊക്കെ സൗണ്ട് ബാർ നിങ്ങൾക്ക് അത്യാവശ്യം കണ്ടിട്ടുണ്ടായിരിക്കും. നല്ല എക്സ്പെൻസീവാണ്. ആൻഡ് ഈ സാധനവും എക്സ്പെൻസീവാണ്. ഇതാണ് ഐറ്റം. സോണോസ് എയ്സ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഞാനിത് ആമസോണിൽ നിന്നാണ് മേടിച്ചത്, ദുബായിൽ നിന്ന്. ആൻഡ് ഇവിടെ 1500 ദർഹത്തിന് ഈ സാധനം കിട്ടും. നിങ്ങൾ ഓഫ്ലൈൻ സ്റ്റോഴ്സിൽ പോയി കഴിഞ്ഞാൽ ഈ സെയിം സാധനം നിങ്ങൾക്ക് 2100 ദർഹമാണ്. അതായത് ഡബിൾ ദി എമൗണ്ട്, ഏകദേശം എയർപോഡ്സ് മാക്സിൻ്റെ സെയിം പ്രൈസ്. പക്ഷേ ആമസോണിൽ പ്രസൻ്റ്ലി ഈ സാധനത്തിന് വില കുറവാണ്. അതേപോലെ നമ്മുടെ ബോസിൻ്റെ ക്വയറ്റ് കംഫർട്ട് അൾട്രാക്ക് വില കുറവാണ്. പിന്നെ സോണി ഉള്ള കാര്യം ബ്ലാൻഡായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് അത്യാവശ്യം സ്പെൻഡ് ചെയ്യാൻ കാശുള്ളതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ മേടിക്കുന്നത്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഒന്നെങ്കിൽ ക്വയറ്റ് കംഫർട്ട് അൾട്ര ബോസിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ സോണിയുടെ XM5, ഇത് രണ്ടിൽ ഏതെങ്കിലും മേടിച്ചാൽ മതി. അതും വേണ്ട, സോണിയുടെ അൾട്ട് വെയർ ഫോർ ബെറ്റർ മ്യൂസിക് ആൻഡ് ആൾ ദി അതർ പരിപാടീസ്. ഇതിൽ ഒരുപാട് കിട്ടുന്ന ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ബ്ലാക്കും ഉണ്ട്, വെള്ളയുണ്ട്. ഇതാണ് കേസ് കേട്ടോ. ഇങ്ങനത്തെ ഒരു കേസിങ്ങിലാണ്, ട്രാവൽ കേസിലാണ് വരുന്നത്. നമുക്ക് പല ടൈപ്പ് ഓഫ് വയേഴ്സ്. എന്തിനാണ് ഇത്? CD കവർ പോലെ ഉണ്ടല്ലേ. നമുക്കൊരു ടൈപ്പ് സി ടു ടൈപ്പ് സി കേബിളും ടൈപ്പ് സി ടു ഹെഡ്ഫോൺസ് ജാക്കിൻ്റെ കേബിളും വരുന്നുണ്ട്. ഇത് ബുക്കും പേപ്പറും. ഒരു ആപ്പ് ഉണ്ട് കേട്ടോ, സോണോ ആപ്പ്, അത് വെച്ചിട്ട് ചെയ്യാം. ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലോസ്ലെസ് ഓഡിയോ സപ്പോർട്ട് ഉണ്ട് കേട്ടോ. ലോസ്ലെസ് സപ്പോർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CD ക്വാളിറ്റി, TX, പിന്നെ സ്നാപ്ഡ്രാഗൺ സൗണ്ട്. ഈ സ്നാപ്ഡ്രാഗൺ സൗണ്ടിൻ്റെ ലേബലുള്ളതിൽ ഈ പറയുന്ന ലോസ്ലെസ് സപ്പോർട്ട് വരും. അഡാപ്റ്റീവ്. ഇപ്പം മിക്ക ഫോണിലും ഉള്ളത് ആപ്റ്റെക്സിൻ്റെ HD സൗണ്ട് ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു തുണിയൊക്കെ വെച്ചിട്ടുള്ള ഒരു ജെട്ടിയിലാണ് ഈ സാധനം വരണത്. കൊണോസ് അല്ല, സോണോസ് എന്നാണ് പേര്. ഒരു ട്രാവൽ കേസാണ് അവർ തരുന്നത്. ചെറുതല്ല, വലുത് തന്നെയാണ്. മടക്കാൻ പറ്റൂല, അപ്പോൾ അതിൻ്റെ അർത്ഥം അതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് തുറക്കുമ്പോൾ വേണ്ട ഇതായിരിക്കുന്നു ഹെഡ്സെറ്റ് ഗൈസ്. ഇതാണ് ഹെഡ്സെറ്റ്. എന്നിട്ട് നമുക്ക് ഇത് മാഗ്നറ്റിക്കലി നമുക്കിതിങ്ങനെ അറ്റാച്ച് ചെയ്യാൻ പറ്റും. നല്ല രസമുണ്ട് കേട്ടോ. അത് നമുക്ക് മറ്റേ വയറും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് മാഗ്നറ്റിക്കലി ഇതിൽ വെക്കാം. ഇറ്റ്സ് പ്രിറ്റി സോളിഡ് ആൻഡ് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഹെവി. നമ്മുടെ ആപ്പിളിൻ്റെ സാധനം വെച്ച് നോക്കുമ്പോൾ അത്ര ഹെവി അല്ല. ഈ ഇയർ കപ്സ് ഒക്കെ ഇളക്കാൻ പറ്റും കേട്ടോ. മാഗ്നറ്റിക്കലി മറ്റേ പറിച്ചെടുക്കാൻ പറ്റണ സാധനമാണ് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഇറക്കാൻ പറ്റും. ആൻഡ് വീഗൻ ലെതർ മെഷാണ് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. സോ അതിൻ്റെ ഒരു പരിപാടി എന്തായിരിക്കും എന്നത് ലോങ് ടൈം വെച്ച് റിവ്യൂ ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. നമുക്ക് എന്തായാലും ഇത് ഒരു എക്സ്റ്റെൻസീവായിട്ട് പാട്ട് കേട്ടിട്ട് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് വോളിയം കൂട്ടാൻ കുറയ്ക്കാനുള്ള ഒരു സാധനം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിലാണ് നമുക്ക് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ, ഓൺ ഓഫ്, ആംബിയൻ സൗണ്ട്. അത് ഇവിടെ ഒരു പവർ ബട്ടൺ ഈ സൈഡിൽ വരും. ആൻഡ് ഇതൊക്കെ എനിക്ക് തോന്നുന്നു മറ്റേ ഇത് വിൻഡിൻ്റെയൊക്കെ ഇത് കട്ട് ചെയ്യാനുള്ള സാധനമോ മൈക്കൊക്കെയാണ് അവർ പ്രൊവൈഡ് ചെയ്തത്. അപ്പോൾ ഇവിടെയൊക്കെ ഉണ്ട് സൈഡിൽ. ഇത് ടൈപ്പ് സി ടു ടൈപ്പ് സി വെച്ചിട്ട് നമുക്ക് ഫോണിൽ കണക്ട് ചെയ്യാൻ പറ്റുമെന്നാണ്. ബിക്കോസ് ഇവിടെ ഒരു ടൈപ്പ് സി, ഇറ്റ് വർക്ക്. ഈ വയർ വെച്ച് തന്നെ ഇത് കണക്ട് ചെയ്യാം. ഞാൻ എന്തായാലും ടെസ്റ്റ് ചെയ്തിട്ട് വരാം ഗൈസ്. ടാറ്റ. ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം ടു യുവർ ഫേവറേറ്റ് ഹോളോ ഗൈസ്. യെസ്, വളരെ പരിചയമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ് നിങ്ങൾ കാണുന്നത്, ഐ നോ. സോ നമുക്ക് പറയേണ്ട കാര്യം പറയാം. ഇതാണ് കോണാത്തിലെ സോണോസിൻ്റെ ഹെഡ്സെറ്റ്. അപ്പം ഈ ഹെഡ്സെറ്റ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൈസ്, ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് 35,000 രൂപയ്ക്കാണ്, അതായത് ദുബായിലെ 35,000 രൂപയ്ക്കാണ് ഞാനിത് മേടിച്ചത്. ഒട്ടും വെറുത്തല്ല.
അത് മാത്രമല്ല, അത് ഡിസ്കൗണ്ടഡ് ആയിട്ട് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ച പ്രൈസാണ് ഈ 1500 ദിർഹം. ഇതിൻ്റെ ശരിക്കുള്ള പ്രൈസ് ഏകദേശം 2099, അതായത് ഏകദേശം 50,000 45,000 രൂപ വില വരുന്ന ഒരു ഹെഡ്സെറ്റാണ് എൻ്റെ ഈ കൈ ഇരിക്കുന്നത്. ഒട്ടും വെറുത്തല്ല. അത് ബ്ലൈൻഡായിട്ടാണ് ഞാൻ പറയുന്നത്. ഇറ്റ്സ് നോട്ട് ദാറ്റ് വർത്ത് ഇറ്റ്. ബിക്കോസ് നിങ്ങൾക്കൊരു കുറച്ചും കൂടി ഒരു ബെറ്റർ ഓപ്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ബോവേഴ്സ് ആൻഡ് വെൽക്കിങ്സിൻ്റെ ഹെഡ്സെറ്റ് വരുന്നുണ്ട്. ദാറ്റ്സ് അറൗണ്ട് സെയിം പ്രൈസ്. അതിൻ്റെ സീരീസ് എന്നത് PX5 6 അങ്ങനെ എന്തോ ആണ്. കിട്ടില്ല സാധനമാണ്. ഇറ്റ് ഈസ് ആക്ച്വലി ഗുഡ്. ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫോർ ദ പ്രൈസ് വിച്ച് വി ആർ പേയിങ്, ഐ ഡോണ്ട് തിങ്ക് ദിസ് ഈസ് ഗുഡ്. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് അപ് ടു ദ മാർക്ക്. ഇതിൽ കുറേ കിടിലം ഫീച്ചേഴ്സ് ഉണ്ട്, ദാറ്റ് വർക്ക്സ്. ബട്ട് എൻഡ് ഓഫ് ദ ഡേ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ എന്നൊരു സാധനം വേണം. നമ്മൾ ഇത്രയും കാശ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ അതിനൊരു തിരിച്ചും ഒരു ഈ സാധനം വരണമല്ലോ. അത് എനിക്ക് കിട്ടിയില്ല. The one positive thing about this headset is it supports lossless audio. അപ്പോൾ നിങ്ങൾ ആപ്പിൾ മ്യൂസിക് ഇട്ടിട്ട് ലോസ്ലെസ്സിൻ്റെ ഇതോട്ട് ടോഗിൾ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് ദ CD ക്വാളിറ്റി ഓൺ ദിസ് ഐറ്റം. അതായത് CD ക്വാളിറ്റിയിലുള്ള സൗണ്ട്. ആൻഡ് പ്രൊവൈഡഡ് നിങ്ങളുടെ ഫോണും ആ ഒരു ഇതിൽ എക്യുപ്ഡ് ആയിരിക്കണം. അതായത് ആൻഡ്രോയിഡ് ഫോൺസ് ആണെങ്കിൽ ആപ്റ്റെക്സ് അഡാപ്റ്റീവോ ആപ്റ്റെക്സ് ലോസ്ലെസ്സോ എന്നുള്ള കോഡൊക്കെ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ആപ്പിളിൽ നമുക്ക് ലോസ്ലെസ്സിലും ഡോൾബി അറ്റ്മോസിലൊക്കെ കേൾക്കാൻ പറ്റും ആപ്പിൾ മ്യൂസിക് കേട്ടോ. ആപ്പിൾ മ്യൂസിക്കിൽ മാത്രമേ ഈ പരിപാടിയുള്ളൂ. അതായത് മറ്റേ സ്പാറ്റിഫൈലൊന്നും ഇല്ല. അതിന് ആപ്പിൾ മ്യൂസിക്കിന് കായ് കൊടുക്കണം. മാത്രമല്ല ഈ ലോസ്ലെസ് ഓഡിയോ ഫയൽസ് ഭയങ്കര വലുതാണ്. അതായത് ഇപ്പം 3.5 MB ഫയലാണെങ്കിൽ ലോസ്ലെസ് ഓഡിയോയിലോട്ട് വരുമ്പോൾ 30 MB ആവും. അപ്പം നിങ്ങൾ മറ്റേ ഡാറ്റ മറ്റേ 2 GB ഡെയിലി ഡാറ്റയിലൊക്കെയാണ് ഇപ്പോൾ ലോസ്ലെസ് ഓഡിയോ കേൾക്കണമെങ്കിൽ ചെടി കീറും. അപ്പോൾ അത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത് കേൾക്കുന്നവർക്ക് ദിസ് ഈസ് എ ബെറ്റർ ഓപ്ഷൻ. എനിക്കിതിൽ സൗണ്ട് സിഗ്നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെൽ ബാലൻസ്. നല്ല അത്യാവശ്യം ബേസി ആയിട്ടുള്ള സാധനം. 40 mm ഡ്രൈവറാണ്. സോ അത്യാവശ്യം നല്ല ബേസ് ഒക്കെ ഉണ്ട്. ദ പ്രോബ്ലം ഈസ് ഐ വിൽ ഷോ യു. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സോണോസിൻ്റെ ഒരു ആപ്പ് ഉണ്ട്. സോ എവരിബഡി ഷുഡ് ടേക്ക് ദാറ്റ്. ഇതാണ് EQ. ബേസും ട്രിബിളും കൂട്ടാൻ പറ്റും. ഇതാണ് EQ. എൻ്റെ പൊന്ന് സോണോസെ എന്തോന്നറിയ ഇത്. ഇതാണ് EQ. എനിക്ക് മനസ്സിലായില്ല. കാര്യമായിട്ടും എനിക്ക് മനസ്സിലായില്ല. ஆனால் നിങ്ങൾക്ക് സോണി XM5ൻ്റെ നിങ്ങളുടെ ആപ്പ് കണ്ടുണ്ട്. ദേ ഹാവ് കിട്ടില്ല കുറേ EQs പാട്ടിനനുസരിച്ച് ഇടാൻ പറ്റുന്ന. അതിൽ ടച്ച് ഉണ്ട്. ഇത് ടച്ച് വെച്ചിട്ട് നമുക്ക് വോളിയം കൂട്ടാൻ കുറയ്ക്കുക. ഇതിൽ ടച്ചിന് പകരം അവർ ഇതാണ്ട് ഈ ബട്ടനാണ് കൊടുത്തേക്കുന്നത്. നടുക്ക് നക്കിക്കഴിഞ്ഞാൽ പാട്ട് പോസ് ചെയ്യും. അപ്പ് ചെയ്താൽ വോളിയം അപ്പ് ഡൗണ്. ഇത് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഓണ്, അവയർനെസ് മോഡ്. ഈ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ മെട്രോയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അനൗൺസ്മെൻറ്റ് കേൾക്കാൻ പറ്റും. ഫ്ലൈറ്റിലാണെങ്കിൽ ഫ്ലൈറ്റിനെ പറ്റി എരപ്പില്ലേ, അത് പോവും. പക്ഷേ കൊച്ചു കരയാനൊക്കെ നല്ലപോലെ കേൾക്കാൻ പറ്റും. ANC ഇട്ടുകൊണ്ട് പാട്ട് കേൾക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ജില്ലായിട്ട് തന്നെ കേൾക്കാം. പക്ഷേ ANC ഈസ് നോട്ട് ദാറ്റ് ഇംപ്രസീവ്. ബിക്കോസ് ഞാൻ കമ്പയർ ചെയ്യുന്നത് ആപ്പിളിൻ്റെ എയർപോർട്സ് മാക്സ് വെച്ചിട്ടാണ്. അതിൻ്റെ ANCയുടെ 7 സാധനം വരില്ല. അതിൻ്റെ അവയർനെസ് മോഡ്, ആംബിയൻസ് സൗണ്ട് പൊന്നോ. ആപ്പിളിൻ്റെ അവയർനെസ് മോഡ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. ഇതിൽ അവയർനെസ് മോഡ് വൻ ശോകമാണ്. അതേ പ്രൈസ് റേഞ്ചിലാണ് നിങ്ങൾ പറഞ്ഞത്. ആപ്പിൾ എയർപോർട്സ് മാക്സിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഒന്ന് NFC ഇല്ല, ടച്ച് ഇല്ല, കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ വെയിറ്റ് കൂടുതലാണ് കമ്പയറിങ് വിത്ത് ആപ്പിളിൻ്റെ സാധനം. ദിസ് ഇസ് കുറച്ച് വെയിറ്റ് കുറവാണ്. എന്നാലും അത്യാവശ്യം ഒരു പ്രീമിയം ഹെഡ്സെറ്റിന് വേണ്ടിയിട്ടുള്ള ഹെഫ്റ്റിനെസ്സും വെയിറ്റൊക്കെ ഇതിനകത്തുണ്ട്. ബിക്കോസ് ഇതൊക്കെ സ്റ്റീലാണ്. സോ ബിൽഡ് ക്വാളിറ്റി വൈസ് ആൻഡ് ഓൾ ഇസ് റിയലി ഗുഡ്. മൈക്ക് ക്വാളിറ്റി ഈസ് ഗുഡ്. നിങ്ങളിപ്പോൾ സൂം മീറ്റിങ്ങും അതേപോലെ ഒരാൾ ഫോൺ വിളിക്കുന്ന സമയത്തൊക്കെ ഇത് വെച്ചാണ് ഫോൺ എടുക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് ഗുഡ്. മൈക്കിന് അങ്ങനത്തെ മറ്റേ വോയിസ് അങ്ങോട്ട് എത്തുന്നില്ല എന്നുള്ള പരിപാടിയൊന്നുമില്ല. ലേറ്റൻസിയും വളരെ കുറവാണ്. സോ ആ ഒരു രീതിയിൽ ദ മൈക്ക് ഇസ് നൈസ്. പിന്നെ അവർ മറ്റേ വിൻഡിൻ്റെ ഇത് കുറയ്ക്കാനായിട്ടൊക്കെ ഇവിടെയൊക്കെ മൈക്ക് കൊടുത്തിട്ടുണ്ട്. ബട്ട് അവയർനെസ് മോഡ് മോശമാണ്. ANC ഈസ് നോട്ട് ദാറ്റ് ഗ്രേറ്റ്. സ്പേഷ്യൽ ഓഡിയോ സപ്പോർട്ട് ഇസ് ദെയർ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ലോസ്ലെസ് ഓഡിയോ സപ്പോർട്ട് ഇസ് ദെയർ. ആൻഡ് സോ അതൊക്കെ കേൾക്കാൻ അടിപൊളിയാണ് കേട്ടോ. പക്ഷേ വി നീഡ് EQ. ഇതിപ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു തേർഡ് പാർട്ടി EQവിൻ്റെ ഒരു ആപ്പ് ഇട്ടിട്ട് നിങ്ങളിത് ഈക്വലൈസർ സെറ്റ് ചെയ്യേണ്ടി വരും. ഇറ്റ് ഈസ് കേപ്പബിൾ, ബട്ട് മെനക്കെടണം. അങ്ങനത്തെ ഉള്ളവർ ഇത് മേടിച്ചിട്ട് പ്രയോജനമുള്ളൂ. പിന്നെ ഞങ്ങൾ മറ്റേ സ്വാണാസിൻ്റെ മറ്റേ ഒരു വലിയ വില കൂടിയ ഒരു സൗണ്ട് ബാറുണ്ട്. അത് കേട്ടോണ്ടിരിക്കണം. ആ ഒരു സൗണ്ട് ബാറിൽ മാത്രമേ സപ്പോർട്ടുള്ളൂ. ആ സൗണ്ട് ബാറിൽ കൂടെ കേട്ടോണ്ടിരിക്കണം. നിപ്പിൽ നിങ്ങൾ ആർക്ക് ഡിസ്റ്റർബ് ചെയ്യാതെ ഇതിലോട്ട് തട്ടി ഇങ്ങോട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് മാത്രം ഇരുന്ന് കേൾക്കാനുള്ള സാധനമൊക്കെ ഉണ്ട്. പിന്നെ മറ്റേ ഹെഡ് ട്രാക്കിംഗ് ഉണ്ട് സ്പേഷ്യൽ ഓഡിയോയിൽ. സിനിമ ഒക്കെ കാണാൻ അടിപൊളിയാണ്. ഞാൻ മറ്റേ നമ്മുടെ സ്ക്വിഡ് ഗെയിമും
ക്യാരി ഓൺ എന്ന് പറഞ്ഞൊരു സിനിമയും ഈ സാധനം വെച്ചാണ് കേട്ടത്. ഇറ്റ്സ് വെരി നൈസ്. നമ്മളുടെ ആ ഒരു സാധനം 5.1 ചാനലിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല സറൗണ്ടിങ് തന്നെ നിങ്ങൾക്ക് സിനിമയൊക്കെ കേൾക്കാൻ പറ്റും, കാണാൻ പറ്റും. അപ്പോൾ അതാണ് വലിയ ഫീച്ചേഴ്സ് ഒന്നുമില്ല. ഞാൻ പറഞ്ഞത് സോണി XM5 എന്തുമാത്രം ഫീച്ചേഴ്സ് ഉണ്ട് ആ ഒരു സാധനത്തിൻ്റെ അത്. LDAC സപ്പോർട്ടൊക്കെ ഉണ്ട്. LDAC LHDC ഉണ്ടോ? LDAC ആണെന്ന് തോന്നുന്നു, സോണിയുടെ അല്ലേ. പിന്നെ ഈ കോഡക്കിന് വേണം ഇതിൽ. ഇപ്പം ഈ സാധനത്തിൻ്റെ അകത്ത് ആപ്റ്റെക്സ് HD മാത്രമേ ഉള്ളൂ. സോ നമുക്ക് 560 kbps KB/s നമുക്ക് പാട്ടിൻ്റെ ക്വാളിറ്റിയിൽ കേൾക്കാൻ പറ്റും. സോ ഇറ്റ്സ് നോട്ട്, ഇതിൽ ലോസ്ലെസ് ഇല്ല. പണ്ട് വിവോയുടെ ഫോണുകളിൽ ലോസ്ലെസ് ഓഡിയോ ഉണ്ടായിരുന്നു, ബിക്കോസ് കോൾകോമിൻ്റെ സ്നാപ്ഡ്രാഗണിൻ്റെ ചിപ്സെറ്റ് വരുന്നതുകൊണ്ടാവാം. ഇത് ഡിമെൻസിറ്റിയുടെ ചിപ്സെറ്റ് ആയതുകൊണ്ട് പോരായ്മകളുണ്ട്. ബട്ട് ആപ്റ്റെക്സ് HD ഈസ് മോർ ദാൻ എനഫ്. നല്ലത് തന്നെയാണ്. സറ്റ CD ക്വാളിറ്റി ഒന്നും കിട്ടില്ലെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല. CD ക്വാളിറ്റി കിട്ടുന്ന സാധനം വേണമെങ്കിൽ റെഡ് മാജിക് 10 Pro Plus യൂസ് ചെയ്യുക. അതേപോലെ നമ്മളുടെ ഈ സാധനം വിവോയുടെ ഫോൾഡ് ഉണ്ടല്ലോ ഫോൺ, അത് അങ്ങനെ കുറച്ച് ഫോണുകളിൽ ഈ സാധനമുണ്ട്, ഈ ലോസ്ലെസ് ഓഡിയോ. നമ്മുടെ ഐഫോൺ ഈ ലോസ്ലെസ് ഓഡിയോ ഒക്കെ എടുക്കാൻ അറിയാം. അവിടെ കാണിച്ചു തരാം കേട്ടോ. നേരെ ആപ്പിൾ മ്യൂസിക്കിലോട്ട് പോവുക. എന്നിട്ട് ദാണ്ട് ഈ 3 ബട്ടൺ നിൽക്കുക, സെറ്റിങ്സിൽ കയറുക, ഓഡിയോ ക്വാളിറ്റി, ലോസ്ലെസ് ഓഡിയോ. കണ്ടല്ലോ, സെല്ലുലാറിൽ ഹൈ എഫിഷ്യൻസി ഇട്ടാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വയർലെസ് മറ്റേ വൈഫൈയിലാണെങ്കിൽ ലോസ്ലെസ് എന്നുള്ള സാധനം 24 ബിറ്റ് 48 kHz. ഈ 48 kHz വേണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ? എന്നിട്ട് ഡെവലപ്പർ മോഡിലോട്ട് പോകണം. നമ്മൾ ഓഡിയോയിലോട്ട് പോകണം. HD ഓഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ബ്ലൂടൂത്ത് കോഡക്ക്, ഇതാണ് ബ്ലൂടൂത്ത് കോഡക്ക്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ആപ്റ്റെക്സ് HD വരെ ഉള്ളൂ. ഇതിൽ നിങ്ങൾ കാണാൻ പറ്റുന്നില്ല ഹാപ്ടെക് അഡാപ്റ്റീവ് കിടിലാണ്. LSDC, LDAC, AAC, SBC അങ്ങനെ കിടപ്പുണ്ട്. ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യണം നിങ്ങൾക്ക് ഏത് വേണം. അപ്പോൾ ഞാനൊക്കെ ആപ്റ്റെക്സ് HD ഓഡിയോ എന്നുള്ള സാധനം ഇട്ടേക്കണം. ഇവിടെ കയറി 48 Hz ആക്കണം. അത് ഈ ഡിഫോൾട്ടിൽ ഇവിടെയാണ് കിടക്കുന്നത്. 48 Hz kHz ഇട്ടുക. ലോസ്ലെസ് ഓഡിയോ എൻജോയ് ചെയ്യുക. ലോസ്ലെസ്സിൻ്റെ താഴെ ഹൈ റെസൊല്യൂഷൻ ലോസ്ലെസ് എന്നൊരു സാധനം കിടപ്പുണ്ട്. അത് നിങ്ങൾക്കുള്ളതല്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു പ്രീയാമ്പൊക്കെ മേടിച്ച് ഒരു ഹെഡ്സെറ്റൊക്കെ കണക്ട് ചെയ്ത് ഈ ഫോണും കണക്ട് ചെയ്ത് ഈ ആപ്പിൾ മ്യൂസിക് ഇട്ടിട്ട് ഇത് ഇട്ടിട്ട് വില കൂടിയ ഒരു ഹെഡ്സെറ്റ്, ഒരു സെൻഹൈസറിൻ്റെയോ വേറെ കുറേ സാധനങ്ങളുണ്ട്, ലക്ഷക്കണക്കിന് വില പറഞ്ഞ സാധനങ്ങളുണ്ട്, വയേർഡ് ഹെഡ്സെറ്റ്, അത് കുത്തിയിട്ട് കേൾക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയ്ക്കും കാശ് കൊടുക്കാനില്ലെങ്കിൽ ബെയർ ഡൈനാമിക്സിൻ്റെ 98 ohms ഇമ്പിഡൻസ് ഒക്കെ വരണ ഹെഡ്സെറ്റ് ഉണ്ട്. 25,000 30,000 25,000 എന്തോ ഉള്ളൂ ബെയർ ഡൈനാമിക്സിൻ്റെ. അത് മേടിച്ചിട്ട് പ്രീആമ്പിൽ കണക്ട് ചെയ്യുക, ആപ്പിൾ മ്യൂസിക് കണക്ട് ചെയ്യുക, ഇതിലോട്ട് ഇടുക, കേൾക്കുക. കോൺസേർട്ടിൽ നിൽക്കണം അതിൽ തന്നു. അതായത് ഹൈ റെസൊല്യൂഷൻ ലോസ്ലെസ് എന്ന് പറഞ്ഞാൽ 24 ബിറ്റ്. അത് നമ്മളതിൽ സപ്പോർട്ട്, പക്ഷേ 192 kHz അത് പോകണത് ഫ്രീക്വൻസി. ജിറിഞ്ഞിരിക്കും. പിന്നെ ഭയങ്കര വലിയ ഫയൽ സൈസാണ്. അതായത് ഏകദേശം 145 MB ഫയൽ സൈസ് വരും. ഈ 3 മിനിറ്റിൻ്റെ 3 MB നമുക്കുള്ള സാധനം 145 MB കൺവേർട്ട് ആവും. ഈ എന്താണ് ലോസ്ലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ സാധാരണ MP3 ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒരു ആ കേർവ് വരെയാണെങ്കിൽ അത് കംപ്രസ്ഡ് ആയിരിക്കും. ആ കേർവ്സ് മനസ്സിലായില്ലേ? അതായത് നമ്മൾ മറ്റേ ഫോട്ടോ അയക്കില്ലേ വാട്സാപ്പിൽ, നമ്മൾ HD അല്ലാതെ ഫോട്ടോ അയക്കുമ്പോൾ നമ്മൾ പറയില്ലേ കംപ്രസ് ചെയ്തെന്ന്. ആ പരിപാടിയിലാണ് പാട്ടുകൾ നമ്മൾ പൊതുവേ കേൾക്കുന്നത്. ലോസ്ലെസ് ഇട്ട് കഴിഞ്ഞാൽ അതില്ല. നമ്മൾ മറ്റേ HD ഓപ്ഷനിലിട്ട് ഫോട്ടോ സെൻഡ് ചെയ്യുന്ന പോലെ അതിൻ്റെ പക്ക ക്ലാരിറ്റിയിൽ നമുക്ക് കേൾക്കാൻ പറ്റും. ഇതാണ് ഇത്രയേ ഉള്ളൂ ലോസ്ലെസ്സിൻ്റെ ഒരു ഡിഫറൻസ്. എൻ്റെ സോറപ്പായടെ. അപ്പോൾ അതാണ് ഈ ലോസ്ലെസ് ഓഡിയോ എന്ന് പറഞ്ഞ സാധനം. ആപ്പിളിൽ ലോസ്ലെസ് ഓഡിയോ അറിയാമല്ലോ അല്ലേ? മ്യൂസിക്കിൽ കയറുക. അപ്പോൾ ഇനി അതും കാണിച്ചു തരാം. ആപ്പിളാണ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ ഗോ ടു ദ സെറ്റിങ്സ്, ദെൻ യു ഗോ ഫോർ സെർച്ച് ഫോർ മ്യൂസിക്. മ്യൂസിക്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡോൾബി അറ്റ്മോസ് ഓൾവേസ് ഓൺ ആക്കി ഇട്ടുക. നല്ല രസമാണ്. മറ്റേ മാട്ട എന്ന് പറഞ്ഞ പാട്ടില്ലേ, മറ്റേ അതൊക്കെ കേൾക്കണം. അത് ഡോൾബി അറ്റ്മോസിലാണ് അവർ ട്യൂൺ ചെയ്തേക്കുന്നത് ആപ്പിൾ മ്യൂസിക്. ഇതിൻ്റെ അകത്ത് ഡോൾബി അറ്റ്മോസ് ഇടുക, ഓഡിയോ ക്വാളിറ്റി പോവുക, ലോസ്ലെസ് ഓൺ ആക്കുക. എന്തിനാണെങ്കിലും ഒറ്റ കാര്യം പറഞ്ഞാൽ ദിസ് ഇസ് നോട്ട് വർത്ത് ഇറ്റ് മാൻ. ദിസ് ഇസ് നോട്ട് അറ്റ് ഓൾ വർത്ത് ഇറ്റ്. നിങ്ങൾക്കൊരു 25,000 രൂപയ്ക്ക് കിട്ടിയാൽ നിങ്ങൾക്കിത് ഓപ്റ്റ് ചെയ്യാം. ഞാൻ പറയുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് ബോസിൻ്റെ ക്വയറ്റ് കംഫർട്ട് അൾട്ര എന്ന് പറയുന്ന ഹെഡ്സെറ്റ് വില കുറവാണ്, 1,300 ദിർഹം എന്തോ ഉള്ളൂ. ഇപ്പം സോണിയുടെ XM5
ആ സാധനം ഇപ്പോഴും എന്തോ ആമസോണിൽ ദുബായിലൊക്കെ 900 and something dirhams. നാട്ടിലാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് അത് സ്പെൻഡ് ചെയ്യുക. പിന്നെ സോണി XM5 നാട്ടിൽ 30,000 കൊടുത്തൊന്നും മേടിക്കരുത്. ഏതെങ്കിലും മാമനോ മച്ചാനോ ഒക്കെ ദുബായിലുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറഞ്ഞ് മേടിപ്പിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരിക. പക്ഷേ ഇതിലേപോലെ മാഗ്നറ്റിക് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ഇപ്പോൾ റൈറ്റിന് ഈ കളറ്, ബ്ലാക്കിന് മറ്റേ ലെഫ്റ്റിന് ബ്ലാക്ക്, റൈറ്റിന് ഗ്രേ എന്നൊക്കെ പറഞ്ഞ കളർ ഡിഫറൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ പ്ലക്കനെ ഊരാം. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് നല്ല സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പോരാടെ. പിന്നെ ഇത് കംഫർട്ട്, ചെവി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ ചെവി വേദനിച്ച് തുടങ്ങും. അതേപോലെ കണ്ണാടി വെച്ചുകൊണ്ട് ഈ സാധനം ഇങ്ങനെ വെക്കരുത്. ഭയങ്കരമായിട്ട് കണ്ണാടിയെ മറ്റേ പ്രസ് ചെയ്യും. ഇത് മറ്റേ ഈ സ്റ്റീലായതുകൊണ്ട് ഈ ഭയങ്കര ഇതാണ്, ഇത് ടെൻഷൻ ഭയങ്കര കൂടുതലാണ്. അത് ആപ്പിളിൻ്റെ ഹെഡ്സെറ്റും അത് തന്നെയാണ് അവസ്ഥ. ആപ്പിളിൻ്റെ വെയിറ്റും കൂടെ ഉള്ളതുകൊണ്ട് നമുക്കൊരു അരമണിക്കൂർ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ മടുക്കും. ഇത് അത്യാവശ്യം നമുക്ക് വെയിറ്റ് അത്ര തോന്നാത്തത് കൊണ്ട് ഏകദേശം ഒരു 1.5 മണിക്കൂറൊക്കെ ഈസി ആയിട്ടൊരു സിനിമയൊക്കെ കാണുന്ന സമയത്ത് അങ്ങനെ നമ്മൾ ഡിസ്റ്റർബ്ഡ് ആകത്തില്ല. പക്ഷേ അതേപോലെ എനിക്ക് ഈ സാധനം വെക്കുമ്പോൾ ചെവി നനയുന്ന പരിപാടിയില്ല. പക്ഷേ അങ്ങനെ നനയുന്നവരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വരും. ബിക്കോസ് ഇതിൻ്റെ ഈ വീഗൻ ലെതർ എന്ന് പറഞ്ഞ സാധനം അത്ര കംഫർട്ടബിൾ അല്ല. അതായത് നമുക്കൊരു മെമ്മറി ഫോമിൽ നിന്ന് കിട്ടുന്ന പോലത്തെ ഒരു കംഫർട്ട് ഒരിക്കലും ഇതിൽ നിന്ന് കിട്ടുന്നില്ല. ദാറ്റ് ഈസ് ഓൾസോ ദെയർ. സോ അതാണ് എനിക്ക് കംഫർട്ടിനെ പറ്റി പറയാനുള്ളത്. ഇറ്റ്സ് ഈസ് ഓക്കെ. ആൻഡ് മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ആണെങ്കിൽ വേറൊരു കോമഡി ഉണ്ട്. ആപ്പിളിൻ്റെ ആ ഹെഡ്സെറ്റിൽ ലോസ്ലെസ് ഓഡിയോ ഒന്നും ഇല്ല. എന്നിട്ടാണ് ആ സാധനം അങ്ങനെ കേൾക്കണത്. ഒന്ന് ആലോചിക്കുകയാണ്. അത് ഞാൻ പ്രതീക്ഷിച്ചത്. സത്യം പറഞ്ഞാൽ അത് മേടിക്കില്ലായിരുന്നു. ആ സാധനത്തിൽ ലോസ്ലെസ് സപ്പോർട്ടൊക്കെ വെച്ചിട്ടാണ് അവന്മാർ ആ ടൈപ്പ് സി വെച്ച് ഇറക്കിയിരുന്നെങ്കിൽ ഞാൻ അതേ മേടിക്കത്തുള്ളൂ. ആകെപ്പാട് അതിൽ ലാഗ് ചെയ്യുന്ന കുറേ പ്രശ്നങ്ങൾ. ഇതാണ് എനിക്ക് ആപ്പിളിനെ കഴി വരുന്നത്. അവന്മാർ ഇറക്കിയതുണ്ടാ ന്യൂ ആയിട്ട് ഇമ്പ്രൂവ്ഡ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് സി കണക്ടർ മാത്രം വെച്ചൊരു 3 കളർ ആഡ് ചെയ്തിട്ട് സാധനം ഇറക്കിയിരിക്കുന്നത്. എന്തൊരു ചെറ്റത്തരമാണ് കാണിക്കുന്നത് ആപ്പിൾ. അതിലൊരു ലോസ്ലെസ് സപ്പോർട്ടിൻ്റെ കോഡൊക്കെ കൊടുത്ത് അതൊരു ടച്ചും അങ്ങനെയൊക്കെ കൊടുത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നേനെ. ഞാൻ അതേ എടുക്കത്തുള്ളൂ. ഇത് ഒരിക്കലും ഞാൻ ചിന്തിക്കത്തോലും ഇല്ലായിരുന്നു. ആരടുത്ത് പറയാൻ ആര് കേൾക്കാം. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഒക്കെ ഉണ്ട് കേട്ടോ. അതിലൊന്നും ഇത് സ്പെക്ക് വൈസൊക്കെ അത്യാവശ്യം നൈസാണ്. എനിക്ക് ആകെയുള്ള പോരായ്മ അതൊക്കെയാണ്, ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെയാണ്. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് ഹെൽപ്ഫുൾ. എന്തിനാണെങ്കിലും ഒരു പേര് പോലെ തന്നെ സോണോസ്, ഒരു കോണോസ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്ന് പറഞ്ഞാൽ ഞാൻ പോണടേ. അടുത്ത നമ്മുടെ താണ്ട് ഈ സാധനം പറഞ്ഞുകൊണ്ട് നമ്മുടെ അൻപരി വാച്ച്, അൻപരി വല്ലല്ല എന്തായിരുന്നു, അനാർക്കിൻ്റെ വാച്ചുകൾ വരണുണ്ട്. ബിക്കോസ് ഇതിനെ ഞാൻ കമ്പയർ ചെയ്യണതാണ്ട് ഈ സാധനം വെച്ചിട്ടാണ് കേട്ടോ. നമ്മുടെ CMF വാച്ചിനെ വെച്ചിട്ടാണ് ഇത് കമ്പയർ ചെയ്യുന്നത്. സോ ദാറ്റ്സ് വെയിറ്റ് ഫോർ ദാറ്റ് വീഡിയോ. I have some few things to say about it. I hope you guys wait for it. Okay, ആരെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ എന്തിനാണ് ഞാൻ പോണേ. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. ടേക്ക് കെയർ. ബൈ. ബൈ ദ വേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ലൈക്കെങ്കിലും ചെയ്യട്ടെ. ഫ്രീ ആണടേ. അതൊന്നും നിങ്ങൾ കാശ് തന്നിട്ടല്ലേ ലൈക്ക് അടിക്കാനുള്ളത്. അല്ലെങ്കിൽ അവിടെ ലൈക്ക് അടിക്കുന്ന സമയത്ത് 5 രൂപ കൊടുത്താൽ മാത്രമേ ലൈക്ക്. ഫ്രീ ആണ്. പ്ലീസ് ആ ലൈക്ക് ബട്ടൺ എല്ലാവരും ഒന്ന് കുത്തി കൊല്ലുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല മക്കളെ. പക്ഷേ അൽഗോരിതത്തിൽ പിടിച്ച് നീക്കിയായി ലൈക്ക് വേണം. അപ്പോൾ പ്ലീസ് ലൈക്ക് ദ വീഡിയോ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ. ഇത് തുടക്കത്തിൽ പറയണതാണ് നല്ലത്. ഈ സമയമൊന്നും ആകുമ്പോൾ ആരും ഇവിടെ കേട്ടോണ്ടിരിക്കില്ല. എന്തായാലും കേൾക്കണവന്മാരെങ്കിലും ലൈക്ക് ചെയ്യണം കേട്ടാടേ. ടേക്കല്ലേടേ പ്ലീസ് എന്ന് പറഞ്ഞാൽ ഞാൻ പോണടേ. ബൈ. ടേക്ക് കെയർ.